മറ്റു ശ്രീ നിതിൻ ഗഡ്കരി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഈ NH-66 യാഥാർത്ഥ്യമാക്കാൻ ഈ 5 കൊല്ലം ഞങ്ങളുമായി ഏറ്റവും അധികം കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അല്ല, അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. മുമ്പ് വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങളൊക്കെ സദസ്സിൽ. അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം എല്ലാ സ്റ്റേറ്റ് മന്ത്രിമാരും വേദിയിലിരിക്കേണ്ട, ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർ ഇരുന്നാൽ മതി. അത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ അവിടെ ഇരുന്നു? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. ഒരു ന്യായമായ ചോദ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ന്യായമായ ചോദ്യമാണ്. ഇതൊരു പ്രശ്നമല്ല. വളരെ ഗൗരവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു വിഷയമല്ലേ? ഇപ്പോൾ ചൂരൽമലയുടെ വീട് വെക്കുന്ന പരിപാടിയുടെ ഭാഗമായി അല്ലെ മറ്റ് സ്റ്റേറ്റ് ഉദ്ഘാടന പരിപാടിയോ ഗോവിന്ദമാഷെ പേര് അതിൽ വെച്ചാൽ അത് MLA ആണ്. ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ MLA അല്ല, മുമ്പ് MP ആയിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ അത് ശരിയാണോ? ഇത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ LDF ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തുമായിരുന്നു? എത്ര ഡിസ്കഷൻ എത്ര ദിവസം നീളുമായിരുന്നു? അപ്പോൾ ഇത് ജനാധിപത്യപരമായി ശരിയല്ല. ഇത് തെറ്റായ നിലപാടാണ്. NH-66 യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും LDF സർക്കാരും നടത്തിയ ഇടപെടൽ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ആർക്കും പറിച്ചു കളയാനാകില്ല. അതേത് ഉദ്ഘാടനത്തിന് വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒതുക്കലോ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സൊന്നും ഒതുങ്ങി പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അല്ല, അതൊക്കെ ബന്ധപ്പെട്ട സമയം ആവട്ടെ, നമുക്ക് സംസാരിക്കാം. ഇതിൽ വ്യക്തിപരമല്ലല്ലോ എന്ന്. ഇതിൽ വ്യക്തിപരമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പൊതുമരാമത്ത് വകുപ്പും LDF സർക്കാരും NH-66 ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല, ഇടപെട്ട രീതികളുണ്ട്. ഇടപെട്ട രീതി ഇതേ NH-66 മറ്റ് സ്റ്റേറ്റിൽ സ്ലോ ആയി, ഒച്ചിൻ്റെ വേഗത്തിലാണ്, ഇവിടെ വേഗത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി പലതവണ സംസ്ഥാന സർക്കാരിനെ താങ്കളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ചടങ്ങ് പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തെങ്കിലും താങ്കളെ പ്രതിഷേധം അറിയിക്കുക. അല്ല, എനിക്കത് എന്താണ് അതിൻ്റെ മറ്റു ശ്രീ നിതിൻ ഗഡ്കരി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഈ NH-66 യാഥാർത്ഥ്യമാക്കാൻ ഈ 5 കൊല്ലം ഞങ്ങളുമായി ഏറ്റവും അധികം കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇതിൻ്റെ ഓരോ മൈന്യൂട്ട് വിഷയങ്ങളിലും ഞങ്ങൾ ഡിസ്കഷൻ നടത്താറുണ്ട്. വളരെ പോസിറ്റീവായ നിലപാട് അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ വേറെ ഒരു പ്രതിഷേധം ഒന്നും പ്രകടിപ്പിച്ച് പോകാനില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് ബാക്കി ജനങ്ങൾ ചർച്ച ചെയ്ത് പോകേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾ ചർച്ച ചെയ്ത് പോകട്ടെ. അല്ല, ഇതിൻ്റെ ലിസ്റ്റ് വന്നത് ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയത് അല്ല, അത് ഇപ്പോൾ ഈ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉദ്ഘാടന പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്നത് നേരത്തെ തന്നെ ചർച്ച ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുമാണല്ലോ പിന്നെയും ഇടുന്നത്. അപ്പോൾ അത് അല്ല, അത് ബാക്കി നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിൽ പറഞ്ഞിട്ട് ഉദ്ഘാടനം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിത്രം വായിക്കാനായില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പൊതുവെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും പൊതുവേ ഇത് കേരളത്തോടുള്ള അപമാനമായി കാണേണ്ട വിഷയം.